Hi friends, Orion Study Center for Nikkavinte Better English ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ചാപ്റ്റേഴ്സിനെ പറ്റിയാണ്. നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് നോക്കേ, ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നുള്ളതാണ് യൂണിറ്റ്. നോക്കേ, ഗ്ലിംസസ് ഓഫ് ഗ്രീൻ അല്ലേ, നമുക്കറിയാം ഗ്രീൻ അല്ലേ എന്തുമായി റിലേറ്റ് ചെയ്തായിരിക്കും, നേച്ചറുമായി റിലേറ്റ് ചെയ്തൊരു ചാപ്റ്റർ ആണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നുള്ളൊരു യൂണിറ്റ്. അപ്പൊ അതിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ യൂണിറ്റിനെ പറ്റിയും അതേപോലെ തന്നെ അതിനകത്തുള്ള ചാപ്റ്റേഴ്സിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നുള്ളതാണ് യൂണിറ്റ്. നിങ്ങളെല്ലാം പരിചയപ്പെട്ടതാണ്, നിങ്ങൾക്കെല്ലാം നേരത്തെ നിങ്ങൾ ടെസ്റ്റ് വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നോക്കാം, ആദ്യത്തെ ചാപ്റ്റർ ആണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. എന്താണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ? ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി. ആരാണ് എഴുതി നോക്കേ, റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഇന്ത്യൻ റൈറ്റർ എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ദ സ്നേക്ക് ആൻഡ് ദ മിറർ അല്ലേ, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ആരാണ് എഴുതിയത് നോക്കേ, വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ. എന്താണ് മലയാളത്തിലെ പ്രിയപ്പെട്ട കഥാകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ഒരു ഷോർട്ട് പോയമാണ്. എന്താണ് നോക്കേ, ലൈറ്റ്സ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ലൈറ്റ്സ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ആരാ എഴുതി നോക്കേ, വില്യം വേർഡ്സ്വർത്ത്. ഇംഗ്ലീഷിലെ റൊമാൻറ്റിക് പോയറ്റ്, നേച്ചർ പോയറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇംഗ്ലീഷിലെ ഏറ്റവും കാൽപ്പനികനായ, ഏറ്റവും പ്രകൃതി സ്നേഹിയായ കവിയുടെ കവിതയാണ് ലൈറ്റ്സ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ്. യൂണിറ്റിന്റെ പേര് നോക്കി ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റ്. അപ്പോൾ നമുക്കറിയാം പ്രകൃതിയെ പറ്റിയുള്ളതുമല്ലേ, പ്രകൃതിയെ എത്രമാത്രം നമ്മൾ സംരക്ഷിക്കണമെന്നും നമ്മളെല്ലാവരും ഓൾ ലിവിംഗ് ബീങ്സ് ആർ പാർട്ട് ഓഫ് ദിസ് നേച്ചർ. ഓൾ ലിവിംഗ് ബീങ്സ്, നോട്ട് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിംഗ് ബീങ്സിനും എന്തുള്ളതാണ്, ഈ നേച്ചറിൽ, ഈ പ്രകൃതിയിൽ അവകാശമുള്ളതല്ലേ. മനുഷ്യന് മാത്രമല്ലല്ലേ, എല്ലാവരുടെയും കൂടെ ഒരു സ്ഥലം, എല്ലാവരും ഒത്തുചേർന്ന് ഹാർമണിയായിട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പ്രകൃതിയെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. നമ്മൾ സയൻസിലൊക്കെ പഠിക്കുന്നത് പോലെ ഇതിനെ ഒന്നിനെങ്കിലും അല്ലേ, ആ ഫുഡ് ചെയിനിലെ ഏതെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്തു പോയാൽ, കൂടിയോ കുറഞ്ഞോ പോയാൽ നമ്മുടെ സന്തുലിതാവസ്ഥ എന്ത് ചെയ്തു പോകും, തകർന്നു പോകും. നമ്മൾ ഇക്വിലിബ്രിയം നിയന്ത്രിക്കണമെങ്കിൽ എല്ലാവരും ഒരു ഹാർമണിയോടെ, സ്നേഹത്തിലെ സഹവർത്തിയത്തിലൊക്കെ എന്ത് ചെയ്തു പോകണം, കഴിഞ്ഞ് പോകണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാപ്റ്റർ ആണല്ലേ ആ യൂണിറ്റിന്റെ ബേസിസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കുമ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്താണ്, നേച്ചറുമായി റിലേറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ടെസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നപ്പോൾ ടെസ്റ്റ് നിങ്ങൾ തുറന്നിട്ട് ആദ്യത്തെ പേജ് കഴിഞ്ഞിട്ടുള്ള ഒരു പേജ് നമ്പർ 8 ഒന്ന് എടുത്തേ. അപ്പം അതിനകത്ത് നമുക്കൊരു ഹൈക്യൂ തന്നിട്ടുണ്ട് അല്ലെ. ഹൈക്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് എ ജാപ്പനീസ് പോയം കൺസിസ്റ്റിംഗ് ഓഫ് 3 ലൈൻസ് അല്ലെ. ഇതെന്താണ്, ഒരു ജാപ്പനീസ് കവിതാ രീതിയാണ് അല്ലെ. എങ്ങനെയുള്ള കവിതാ രീതിയാണ്, സ്റ്റൈൽ, ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് പോയം അല്ലെ. എങ്ങനെയുള്ള പോയമാണ്, കൺസിസ്റ്റിംഗ് ഓഫ് 3 ലൈൻസ്. എത്ര വരികളുള്ള, 3 വരികളുള്ള ജാപ്പനീസ് കവിതാ രീതിയാണ് നമ്മൾ എന്തോ എന്ന് പറയുന്നത്, ഹൈക്യൂ എന്ന് പറയുന്നത്. അപ്പം ഹൈക്യൂ എന്ന് തന്നിരിക്കുന്നത് വായിച്ചു നോക്കേ. The mountain mist hovering over the pines and poles unveils the heavens. അപ്പം ആ 3 വരികളിൽ തന്നെ എന്ത് പറയുന്നുണ്ട്, പൂർണ്ണമായ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ആശയത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു 3 വരിയായിട്ടുള്ള ചെറിയ കവിതാ രീതിയാണ് ഹൈക്യൂ. തന്നേക്കുന്ന കവിത നോക്കേ. ദ മൗണ്ടൻ മിസ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നു, പർവ്വതത്തിലെ മിസ്റ്റ് മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ മഞ്ഞുകൾ എന്ത് ചെയ്തിരിക്കുന്നു, hovering over the pines and poles. അവിടുത്തെ പൈൻ മരങ്ങളിലും പോൾസിലും എന്ത് ചെയ്യുന്നു, ഹോവറിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ചിതറിക്കിടക്കുന്നു. അൺവെയിൽസ് ദ ഹെവൻ, എന്തിന് സാദൃശ്യമാക്കുന്നു, ആ ഒരു സ്വർഗതുല്യമായ ഒരു കാഴ്ചയിലെ നമുക്ക് സ്വർഗം കാണുന്ന പോലെയുള്ള ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, തരുന്നില്ല. പ്രകൃതി എത്ര മനോഹരമാണല്ലേ. അപ്പൊ ആ ഒരു കാഴ്ചയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഹൈക്യൂ ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അത് കഴിഞ്ഞിട്ട് താഴെ ചോദ്യമുണ്ട്, നിങ്ങൾ അത് എന്ത് ചെയ്യണം, ബുക്കിൽ ഉറപ്പായിട്ട് എഴുതേണ്ടതാണ്. ക്വസ്റ്റ്യൻ നോക്കേ, നേച്ചർ ഈസ് നോട്ട് എ പ്ലേസ് ടു വിസിറ്റ്, ഇറ്റ് ഈസ് ഇറ്റ്സ് ഹോം. ഡിസ്കസ് നോക്കേ. നേച്ചർ എന്ന് പറയുന്നത് എന്തല്ല, നമുക്കൊരു സ്ഥലം ചുമ്മാതെ വിസിറ്റ് ചെയ്യല്ലേ, കൂടെ സന്ദർശിക്കാനുള്ള സ്ഥലമല്ല. ഇറ്റ്സ് ഹോം, അത് നമ്മളുടെ എന്ത് തന്നെയാണ്, വീട് തന്നെയാണല്ലേ. നമ്മൾ സന്ദർശകരാവേണ്ടവരല്ലേ, നമ്മൾ അവിടുത്തെ സ്വന്തമാണല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, അതേപോലെ ഉത്തരവാദിത്വം നമുക്ക് എവിടെയും ഉണ്ട്,
പ്രകൃതിയോടുമുണ്ടല്ലേ. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിർബന്ധമായി എന്ത് ചെയ്യുക, എഴുതുക. ബുക്കിൽ അതിനെക്കുറിച്ച് ഒരു 2 പാരഗ്രാഫോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എന്ത് ചെയ്യുക, ഒരു നോട്ട് തയ്യാറാക്കുക. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ അല്ലേ. ആരാണ് എഴുതിയത്? റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഇന്ത്യൻ റൈറ്റർ ആണ്, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ആയ റസ്കിൻ ബോണ്ടിന്റെ ഒരു കഥയാണ് ഇതെന്ന് പറയുന്നത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അപ്പം റസ്കിൻ ബോണ്ടിനെ പറ്റി നമുക്കൊന്ന് നോക്കിയാലോ. ആ പ്രൊഫൈൽ ഒന്ന് നോക്കേ. He's an Indian author of British descent. His father was an officer at Royal Air Force. He wrote his first novel, A Room on the Roof, at the age of 17. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് ഡിസെന്റ് ഉള്ള ഒരു ഇന്ത്യൻ റൈറ്റർ ആണ് ആരെന്ന് പറയുന്നത്, റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ച് അറിഞ്ഞു വെച്ചിരിക്കുക. പ്രൊഫൈല് നന്നായി വായിച്ചു നോക്കണം ഉറപ്പായിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം, ബുക്കിനകത്ത് ഇതേപോലെ തന്നെ തന്നിരിക്കുന്ന പോലെ ഒരു കോളമൊക്കെ വരച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ പ്രൊഫൈലും എഴുതി വെക്കുക. ഉറപ്പായിട്ടും ഒരു 5 മാർക്കിനോ 6 മാർക്കിനോ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കും, പ്രൊഫൈൽ എഴുതാൻ ചോദിക്കും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് തന്നിരിക്കുന്ന ഡേറ്റാസിനെ കൃത്യമായ ഒരു പാരഗ്രാഫായ സെന്റൻസ് ആക്കി എഴുതുന്നത് എന്നുള്ള പിടികിട്ടാൻ വേണ്ടിയാണ് ഈ പ്രൊഫൈൽ എന്ത് ചെയ്യുക, ബുക്കിലോട്ട് എഴുതുക. ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, എഴുതണം. നമുക്ക് പാഠത്തിലേക്ക് നോക്കാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. എന്താണ് അഡ്വഞ്ചർ എന്ന് വെച്ചാൽ നമ്മൾ സാഹസികതയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ന് പറയുന്നത്. അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഒരു ബനിയൻ ട്രീയിലെ ഒരു പേര്. ബനിയൻ ട്രീ ഒരു ആൽമരത്തെ ചുറ്റിപ്പറ്റിയുള്ള കുറെ സാഹസികതയിലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ, ഒരു ആൽമരത്തെ ചുറ്റിപ്പറ്റിയുള്ള കുറെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ആൽമരമായിരിക്കും അല്ലെ, ആ ആൽമരം അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ കഥാപാത്രങ്ങളെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കഥാപാത്രങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കഥയിലേക്ക് കടക്കാം. അപ്പം ആദ്യത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ഹെഡിങ്ങിൽ തന്നെ ഉണ്ടല്ലേ ബനിയൻ ട്രീ. ബനിയൻ ട്രീ ഒരു കഥാപാത്രം അല്ലെങ്കിൽ എന്താണ് ഒരു സെൻട്രൽ ക്യാരക്ടർ, സെൻട്രൽ ആയിട്ട് വരുന്നുണ്ട്. ഈ കഥയിലെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒരു ഇതിലൊരു ക്യാരക്ടർ എന്നാണ് നമുക്ക് പറയാൻ ആരെ, ബനിയൻ ട്രീ. കാരണം ഈ കഥയിൽ നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സംഭവം, 2 ഈവന്റ്സ് ഉണ്ട്, 2 സംഭവങ്ങളുണ്ട്. ആ 2 സംഭവം എന്തുമായി റിലേറ്റ് ചെയ്തതാണ്, ഈ ബനിയൻ ട്രീയുമായി റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ബനിയൻ ട്രീ ആണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്, സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തിനെ, ഈ ബനിയൻ ട്രീയെ. അപ്പോൾ നമുക്ക് ബനിയൻ ട്രീ ഉണ്ട് അതിലെ അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ ഈ കഥയിൽ ഒരു നായകനായിട്ട് വരുന്ന മറ്റൊരു സെൻട്രൽ ക്യാരക്ടറായിട്ട് മറ്റൊരു വ്യക്തി ഉണ്ട്. ആരാണ്, ബോയില് ഒരു ബോയ് വരുന്നുണ്ട് അല്ലെ. ഒരു പ്രായം ഒരു യങ് ആയിട്ടുള്ള ഒരു ബോയ് വരുന്നുണ്ട്. കൃത്യമായിട്ട് പേരൊന്നും റെഫർ ചെയ്യുന്നില്ല, ബോയ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ള ഒരു ബോയ് കഥാപാത്രമായി വരുന്നുണ്ട്. പിന്നെ ആ ബോയ് ആരോടൊപ്പമാണ് സ്റ്റേ ചെയ്യുന്നത്, മുത്തശ്ശനും മുത്തശ്ശിയോടൊപ്പമാണ് അല്ലെ, ഗ്രാൻഡ് പേരൻസിനോടൊപ്പമാണ്, ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറിനോടൊപ്പമാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അവരും കുറച്ചു നേരം കഥാപാത്രങ്ങളായി വരുന്നുണ്ട് നമ്മുടെ കഥയിൽ. പിന്നെ വരുന്നത് നമ്മളുടെ കുറെ ആനിമൽസ് ആണ്. ആദ്യ വരുന്നുണ്ട്, സ്നേക്ക് വരുന്നുണ്ട്, മംഗൂസ് വരുന്നുണ്ട്, സ്ക്വിറൽ വരുന്നുണ്ട്, റാറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരുപാട് കഥാപാത്രങ്ങളുള്ള ആനിമൽസ് കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു കഥയാണ് എന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അപ്പൊ ഒന്നുകൂടെ നോക്കുമ്പോൾ ആൽമരമുണ്ടല്ലേ, ബനിയൻ ട്രീ ഒരു ക്യാരക്ടർ എന്നല്ല ഒരു സെന്റർ പാർട്ടായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോയ്, ഗ്രാൻഡ് പേരൻസ്, അതുപോലെ തന്നെ സ്നേക്ക്, മംഗൂസ്, സ്ക്വിറല്, റാറ്റ്, ഇവരെല്ലാം ഈ കഥയിൽ എന്താണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ മുകളിലുള്ള വായിച്ച് നോക്കേ. Nature is for all living beings. Man should live in harmony with nature. അല്ലേ, nature is for all living beings. എല്ലാവർക്കും ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഈ പ്രകൃതി എന്ന് പറയുന്നത് ജീവനുള്ള എല്ലാവർക്കും ഉള്ളതാണ്. Man should live in harmony with nature. നേച്ചറിനോട് നമ്മൾ എങ്ങനെയായിരിക്കണം, ഹാർമണിയിൽ ഒരു സൗഹാർദ്ദത്തോടെ നമ്മൾ പോകുക, എല്ലാവരോടും ഒത്തുചേർന്ന് നമ്മൾ പോകാൻ ശ്രമിക്കുക. Being one with nature is always mesmerizing. എന്താണ് being one with nature എന്നാല് നമ്മൾ പ്രകൃതിയോടൊപ്പം ആയിരിക്കുന്നത് എന്താണ്, മെസ്മറൈസിംഗ് ആണ്. മെസ്മറൈസിംഗ് എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യാന്നൊക്കെ പറയാം. ഹിപ്നോട്ടൈസ് ചെയ്യുക എന്ന് വെച്ചാൽ വശീകരിക്കില്ല. പ്രകൃതിയോടൊപ്പം ചേർന്നാൽ അതുമായി നമ്മൾ എന്ത് ചെയ്തു പോകും, ലയിച്ചു പോകും. Have you ever got a chance to spend your leisure time with nature? ഒരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കുകയാണല്ലേ, നമുക്ക് എപ്പോഴെങ്കിലും ലെഷർ ടൈം അല്ലെ നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രകൃതിയോടൊപ്പം ചേരാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്.
Let's read how a boy experienced and blended with the essence of nature. ഈ കഥയിൽ നമ്മളൊരു ബോയെ പറ്റി പഠിക്കാൻ പോവാണല്ലേ. അവൻ എന്ത് ചെയ്തത്? പ്രകൃതിയുടെ എസെൻസ് മനസ്സിലാക്കിയില്ല, അതിന്റെ സ്വത്തൊക്കെ മനസ്സിലാക്കി അവൻ എന്ത് ചെയ്യുന്നു? അതുമായി ബ്ലെൻഡ് ചെയ്യുന്നു, അതുമായി ഒന്നു ചേരുന്നവര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠം തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? ടെസ്റ്റ് കയ്യിലെടുക്കുക. വായിച്ചു പോകുമ്പോൾ കൃത്യമായി അതിനോടൊപ്പം വായിക്കുക. മീനിങ് പറയുന്ന സമയത്ത് പുതിയതായിട്ടുള്ള ഏതെങ്കിലും വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി അതെന്ത് ചെയ്യുക? ബുക്കിൽ അതിന്റെ മീനിങ് എഴുതിയെടുത്തിരിക്കണം. ഉറപ്പായിട്ടും ചെയ്യണം. വാക്കുകളുടെ മീനിങ് എഴുതിയെടുത്താൽ പോലെ അതെന്ത് ചെയ്യണം? കാണാതെ പഠിക്കുകയും വേണം. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 170 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree which curved to the ground and took root again, forming a maze of arches gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dera, nestling in the valley at the foot of Himalayas. ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു. അതിന്റെ മീനിങ് ഒന്ന് ശ്രദ്ധിച്ചേ. Though the house and grounds of our home in India were grandfather's domain. അപ്പം അവര് താമസിക്കുന്ന ഹൗസും അതിന്റെ ഗ്രൗണ്ട്സും അതിന്റെ സ്വത്തുക്കളിൽ അതിന്റെ ചുറ്റുമുള്ള പരിസരവും എല്ലാം എന്താണ്? ഹോം ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള വീടിന്റെ വീടും അതിന്റെ ചുറ്റുപാടും ഒക്കെ ആരുടെ? ഗ്രാൻഡ്ഫാദേഴ്സ് ഡൊമെയിൻ. ഡൊമെയിൻ എന്ന് വെച്ചാൽ അധികാരം അല്ലെ? ഡൊമെയിൻ എന്ന് വെച്ചാൽ അധികാരം. ആരുടെ അധികാരത്തിലാണ്? മുത്തശ്ശന്റെ അധികാരത്തിലാണ്. The magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. എന്തുകൊണ്ടാണ് അത്? ഓക്കേ, the magnificent വെച്ചാൽ പ്രൗഢിയുള്ള അല്ലേ? എന്താണ്? മനോഹരമായ പ്രൗഢിയുള്ള ഓൾഡ് പ്രായം ചെന്ന banyan tree ആരുടേതാണ്? was mine chiefly because grandfather at the age of 65 could no longer climb it. അപ്പോൾ മുത്തശ്ശന് ഏകദേശം 65 വയസ്സ് പ്രായമുണ്ട്. അതുകൊണ്ട് മുത്തശ്ശന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മരത്തേലൊന്നും കയറാൻ പറ്റത്തില്ല അല്ലെ? അല്ലെങ്കിൽ മുത്തശ്ശി ശ്രമിച്ചേനെ. 65 വയസ്സ് പ്രായമുള്ളത് കൊണ്ടാണ് മുത്തശ്ശനെ ഒതുങ്ങി നിൽക്കുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ആരാ അവിടുത്തെ നിയന്ത്രണം ഉള്ളത്? മുത്തശ്ശനാണ്. അപ്പൊ മുത്തശ്ശൻ ഇതിലേക്ക് വലുതാണ് അടുക്കാറില്ല. കാരണം 65 ഉള്ളത് കൊണ്ട് ഇനി മരത്തെ കയറണമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം മുത്തശ്ശൻ എന്ത് ചെയ്യാത്തത്? അടുക്കാത്തത്. അതുകൊണ്ട് അത് മാത്രം ആരുടെ അധികാരത്തിലാണ് എന്ന് വെച്ചാൽ ബനിയൻ ട്രീയുടെ കാര്യം മാത്രം ആരാണ് നോക്കുന്നത്? അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ആര് നടക്കുന്നത്? നമ്മുടെ കഥയിലെ കഥാപാത്രമായ ആൺകുട്ടി എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അപ്പം കഥയൊന്ന് കേൾക്കുക. നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് വീതം പഠിച്ച് പോകാം. Grandmother used to tease him about this. പലപ്പോഴും മുത്തശ്ശി ടീസ് ചെയ്യാറുണ്ടായിരുന്നു മുത്തശ്ശിനെ. ടീസ് എന്ന് വെച്ചാൽ കളിയാക്കുക, കുറ്റപ്പെടുത്തുക എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം കളിയാക്കാറുണ്ടായിരുന്നു. എന്ത് പറഞ്ഞാണ്? ഓക്കെ, and would speak of a Countess of Desmond. അല്ലെ? ആരുടെ പേര് പറഞ്ഞുകൊണ്ടാണ്? ഡെസ്മണ്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കൗണ്ടസിനെ പറ്റി. കൗണ്ടസ് എന്ന് വെച്ചാൽ പ്രഭു എന്ന് നമ്മൾ പറയല്ലേ? കൗണ്ട് എന്ന് വെച്ചാൽ പ്രഭു, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ? കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്, an English woman who lived the age of 170. അപ്പം ഡെസ്മണ്ടിലെ കൗണ്ടസിനെ പറ്റിയില്ലേ? എത്ര വയസ്സുള്ള കൗണ്ടസ് ആണ്? 117 വയസ്സുള്ള കൗണ്ടസ്. എന്താ സംഭവിച്ചത് നോക്കേ? longer if she hadn't fallen by climbing an apple tree. അതാണ് പ്രശ്നം. നോക്കേ, 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഡെസ്മണ്ടിലെ കൗണ്ടസിന് എന്ത് പറ്റി? ഒരിക്കലും അവരെന്ത് ചെയ്യുന്നു? ഒരു ആപ്പിൾ മരത്തിൽ കയറുന്നു അല്ലേ? അവിടെ നിന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ എന്ത് ചെയ്തു പോയി? മരിച്ച് പോകുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ഒരുപാട് കാലം ജീവിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഡെസ്മണ്ടിലെ കൗണ്ടസിനെ പറ്റി ഉള്ള കഥ പറഞ്ഞുകൊണ്ട് ആരെ കളിയാക്കുമായിരുന്നു? മുത്തശ്ശനെ കളിയാക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എന്തുവാ? മുത്തശ്ശന് ഇപ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ട്? 65 വയസ്സ് പ്രായമുണ്ടല്ലോ. അപ്പൊ മുത്തശ്ശൻ എന്ത് ചെയ്താൽ ഇനി ഒരു സാഹസത്തിന് മുതിർന്നാൽ എങ്ങനെയെങ്കിലും ഈ ബനിയൻ ട്രീയിലെങ്ങാനും അല്ലെങ്കിൽ ആൺമരത്തിലെങ്ങാനും
കേറണമെന്ന് തോന്നിയാൽ എന്താണ് ഈ കഥ ഓർത്തോണം അല്ലേ? കൗണ്ടസ് എങ്ങനെയാ മരിച്ചത്? ആപ്പിൾ മരത്തിൽ കയറിയാണ് മരിച്ചത്. അല്ലെങ്കിൽ ഒരുപാട് കാലം ഇനി അവരെന്ത് ചെയ്തേനും ജീവിച്ചേനും എന്ന് പറഞ്ഞ് പലപ്പോഴും മുത്തശ്ശി ആരെ കളിയാക്കാറുണ്ടായിരുന്നു? മുത്തശ്ശനെ കളിയാക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മുത്തശ്ശന് അതിന്റെ ഒരു അധികാരം അല്ലെങ്കിൽ ആൽമരത്തിന്റെ അടുത്തേക്ക് കൂടുതൽ എന്ത് ചെയ്യാതിരുന്നത്, അടുക്കാതിരുന്നത്. അതുകൊണ്ടായിരിക്കാം ആ ബോയ് ഏറ്റവും കൂടുതൽ സമയം എവിടെ സ്പെൻഡ് ചെയ്യാൻ കാരണമായത്? ആൽമരത്തെ സ്പെൻഡ് ചെയ്യാൻ കാരണമായത്. അപ്പൊ നോക്കേ, the spreading branches of the banyan tree which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, the older than grandfather, as old as the town of Dera, nestling in the valley at the foot of Himalayas. അപ്പൊ ഇതുവരെ നമ്മള് മുത്തശ്ശനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞതല്ലേ? ആ വീടിനെ പറ്റി, ഇതിന്റെ ചുറ്റുപാടിനെ പറ്റി. ഇനി നമ്മൾ എന്തിനെ പറ്റി പറയുകയാണ്? ആൽമരത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുകയാണ്. ആൽമരം എങ്ങനെ, അല്ലെങ്കിൽ ബനിയൻ ട്രീ എങ്ങനെ പറയുകയാണെന്ന് നോക്കേ. The spreading branches, അതിന്റെ ബ്രാഞ്ചിന്റെ ശിഖരങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നു. Of which covered to the ground, ഗ്രൗണ്ട് മുഴുവനും ചുറ്റി, and took root again, forming a maze of arches. അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ആൽമരം കളിച്ചു നിന്നാലേ ആ ചുറ്റുപാട് എന്ത് ചെയ്യും? അതിന്റെ വേരുകൾ പോകുമല്ലേ? അപ്പൊ ഇതുപോലെ ഇത് എന്ത് ചെയ്യുന്നു? ഇതിന്റെ വേരുകൾ മുഴുവൻ എന്ത് ചെയ്യുന്നു? maze of arches. maze എന്ന് വെച്ചാൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പാത്ത് അല്ലെ? കൺഫ്യൂസിംഗ് പാത്ത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സംശയമാകുന്ന വഴികളിലൂടെ എന്ന് വെച്ചാൽ നമുക്ക് കൺഫ്യൂസിംഗ് ആവില്ല. അത് അത്രമാത്രം ആ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ആൽമരത്തിന്റെ വേരുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം പോയി ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഒരു കമാനല്ലേ, ഒരു കമാനങ്ങളെ പോലെ എന്ത് ചെയ്തിരിക്കുന്നു? മാറിയിരിക്കുന്നു. ഗൗമി എൻഡിലെസ് പ്ലഷർ അല്ലേ? അത് അവൻ എന്ത് ചെയ്തു? ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷം നൽകിയല്ലേ? ആ മരം കാണുമ്പോഴും അല്ലെ അതിന്റെ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അവന് ഒരുപാട് സന്തോഷം നൽകുന്നു. The tree was older than the house. അല്ലെ ആ ട്രീ എങ്ങനെയാണ്? ആ ഹൗസിനേക്കാൾ പ്രായമുണ്ട്. Older than grandfather. ആരെക്കാൾ പ്രായമുണ്ട്? മുത്തശ്ശനേക്കാൾ പ്രായമുണ്ട്. മുത്തശ്ശന്റെ വയസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. എത്ര വയസ്സുണ്ട്? 65 വയസ്സ് പ്രായമുണ്ട് മുത്തശ്ശൻ. അപ്പൊ മുത്തശ്ശനേക്കാൾ പ്രായമുള്ളതാണ് എന്ന് പറയുന്നത് എന്റെ ബനിയൻ മരം അല്ലെങ്കിൽ ബനിയൻ മരം എന്ന് പറയുന്നത്. As old as the town of Dera. അല്ലെ ദേറ എന്ന് പറയുന്ന പട്ടണത്തെക്കാൾ പ്രായം എന്തിനുണ്ട്? ഈ ആൽമരത്തിനുണ്ട്. Nestling in the valley at the foot of Himalayas. അല്ലെ ഹിമാലയത്തിന്റെ ഫൂട്ടിൽ അല്ലെ താഴ്വരയിൽ എന്ത് ചെയ്യുന്നത്? നെസ്ലിംഗ് ചെയ്യുന്നത്. നെസ്ലിംഗ് എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യുക, സ്വസ്ഥമായി സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് ഏത്? ദേറ എന്ന് പറയുന്ന പട്ടണം അല്ലെ? ആ പട്ടണത്തെക്കാൾ പ്രായമുണ്ട് എന്തിന്? ഈ ബനിയൻ ട്രീക്ക് അല്ലെ? അപ്പം ബനിയൻ ട്രീയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടല്ലേ നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബനിയൻ ട്രീ എങ്ങനെയാണ് മുത്തശ്ശന്റെ ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യം എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക. നല്ലതുപോലെ പുതിയ വാക്കുകളൊക്കെ ഒരുപാടുണ്ട്. അത് എഴുതിയെടുത്ത് നോട്ട്സ് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക.